അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുഞ്ചിരെ പിടിച്ചിട്ട് ഭുജത്തെ പിടിച്ചിട്ട് ഒരു വിഷയം ചൊല്ലും. കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ആബിരു സബീൽ. ഇനി ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വിദേശിയെ പോലെ അജ്നബിരെ പോലെ നീ എന്താക്കണം ജീവിക്കണം, ಅಥವಾ ഒരു ടൂറിസ്റ്റിനെ പോലെ ഈ ദുനിയാവിൽ നീ എന്താക്കണം ജീവിക്കണം. കാരണം ഇത് ദുനിയാവ് ശാശ്വതമായ ജീവിതമല്ല. ശാശ്വതമായ എന്നേക്കുമുള്ള ഒരു മുസ്ലിമൊരു ജീവിതം അത് നാളെയുള്ള സ്വർഗം എത്തിക്കണം. ആ സ്വർഗത്തേക്ക് പോകണമെന്ന് കണ്ടെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യണം. ഈ ഹദീസിലെ അടിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചില ഉപദേശങ്ങൾ രംഗത്തുണ്ട്. ഇദാ അംസൈത ഫല തന്തളിർ അസ്സബാഹ. അസർ സമയ ആയെങ്കിൽ നീന് സുബഹി സമയത്തെ കാത്തു നിൽക്കണ്ട, ಅಥವಾ സുബഹിയുടെ സമയ ആയെങ്കിൽ അസർ സമയത്തെ കാത്തു നിൽക്കണ്ട. ഇതിനർത്ഥ അസർ സമയത്ത് ನಾನು ഇപ്പോൾ ഹയാത്തിലുള്ളേ എന്ന് കണ്ടെങ്കിൽ ഈ അസർ സമയത്ത് ചെയ്യാനായ ഇബാദത്തുകളെല്ലാം ചെയ്യാം. ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കുക ഈ അസർ സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ നാളെ സുബൈത്തെ പിന്നെ ഞാൻ എന്താക്കടെ നല്ല നല്ല ഇബാദത്തുകൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നാളെ സുബൈ എത്തിയപ്പോൾ ನಾನು ವಾಪಸ್ ವಿಚಾರಿக்கிறೆ ನಾನು ಪನಿ ಬಿಟ್ಟು ಬಂದಲ್ಲಿ പിന്നെ അസറിൽ പിന്നെ ನಾನು നിസ്കരിക്കു തുടങ്ങുക. അസറിൽ പിന്നെ നല്ല കാര്യങ്ങളെല്ലാം നിർവഹിക്കടേണ്ട, സോഷ്യൽ വർക്ക് ಅಥವಾ ಇನ್ನಿತರ ആക്കടേണ്ട. അങ്ങനെ വിചാരിക്കുകയേ തീരാ. സമയമുള്ള സമയത്ത് എന്താക്കണോ നല്ല കർമ്മങ്ങൾ ചെയ്യണം. എന്നിട്ട് ചൊല്ലു ഞങ്ങൾക്ക് വയസ്സ് എത്ര മുന്നോളും ബാലക്കാര അവസ്ഥയിൽ ഞങ്ങൾ ഇബാദത്തുമായിട്ട് മുന്നേറണം. അതുപോലെ തന്നെ മരിക്കിற മുന്നോളും ആ മരിപ്പുക്ക് വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരണം. ചന്തു ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് എന്താ ഉപദേശിക്കർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.